ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളെ ഒളിഞ്ഞും മറഞ്ഞും നിന്ന് സഹായിക്കുന്ന ആ ഒരു എനർജി ഏതാണ് ആ ഒരു എനർജിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ട് നിർത്തുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് തടസ്സം വരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ടുള്ള എനർജി ബേസ് ആയിട്ടുള്ള നിങ്ങൾ അറിയാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു റീഡിംഗ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടമുള്ളൊരു പൈലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈലാണ് ഒന്നാമത്തെ പൈൽ. ഇതാണ് ഒന്നാമത്തെ പൈൽ. ഇതാണ് സെക്കൻഡ് പൈൽ, രണ്ടാമത്തെ പൈൽ. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ, അതായത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് നിങ്ങളുടെ നിങ്ങളെ ഒളിഞ്ഞും മറഞ്ഞു നിന്ന് സഹായിക്കുന്ന ആരാണ്, അവർക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. കാരണം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ലൈഫിനെ കൂടുതലും നിങ്ങൾക്ക് എന്താണെന്ന് കൂടുതലും മനസ്സിലാക്കി തരുന്നൊരു റീഡിംഗ് തന്നെ ആയിരിക്കും. കൂടുതലും എന്താണ് സിറ്റുവേഷൻ, ഏതാണ് സിറ്റുവേഷൻ എന്നൊക്കെ മനസ്സിലാക്കി തരുന്നൊരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അധികം ആൾക്കാരും ഒരു ലോസ്റ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഡ്രെയിൻ ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു എനർജികൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ ഗുരുക്കന്മാരായിരിക്കാം. നിങ്ങൾക്ക് എവിടെ നിന്നോ പകർന്ന് കിട്ടിയ ഒരു ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ ജന്മന, അല്ലെങ്കിൽ ആരുടെ പ്രാർത്ഥന, അമ്മയുടെ ആരും പ്രാർത്ഥന, അല്ലാന്നുണ്ടെങ്കിൽ പിതൃക്കൾ വഴി നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ കുറേയധികം എനർജീസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ വരുന്നത്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു എനർജീസ്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അദൃശ്യ ശക്തികൾ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവുന്നു, എന്തുകൊണ്ട് നിങ്ങളിൽ കമ്മിറ്റഡ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം പറയാമെന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പോകേണ്ട കുറേയധികം വഴികളുണ്ട്, നിങ്ങൾ പോകേണ്ട കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങളെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്, നിങ്ങൾ കാണേണ്ടതും എത്തിപ്പെടേണ്ടതുമായിട്ടുള്ള കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് നിങ്ങളുടെ സോള് കോൺട്രാക്റ്റ് എടുത്ത് വന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇവൻ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വഴിയും, ഇവൻ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വഴിയും, പല ആൾക്കാർ വഴിയും ഈ ഒരു എനർജീസിനെ കണക്റ്റ് ചെയ്യാൻ പറ്റും. പല പല ആൾക്കാർക്കും അങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ വരുന്നത്. എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട്. നിങ്ങളെ കബളിപ്പിക്കുന്ന ചില സിറ്റുവേഷൻസ്, നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ചില സിറ്റുവേഷൻസ്, അതായത് എന്താ പറയുക, നിങ്ങളെ മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പരിധിക്ക് നിർത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തോ, അതായത് നിങ്ങളുടെ ഉള്ളിൽ വേറെ എന്തോ പ്രവർത്തിക്കും കണക്ക് തോന്നുന്നൊരു സിറ്റുവേഷൻസിൽ കൊണ്ടിടുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ടൈം, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിധിക്കനുസരിച്ച്, യൂണിവേഴ്സലിനനുസരിച്ച് അവർക്ക് മാറ്റാൻ പറ്റും. ചില കാര്യങ്ങൾ അവർക്ക് മാറ്റാൻ പറ്റും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒട്ടും സംസാരിക്കാതിരുന്ന ആൾ, അല്ലെങ്കിൽ പണ്ട് ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത ആൾ, അല്ലെങ്കിൽ പണ്ട് കഴിക്കാത്തൊരു ഫുഡ്, ഒരു ടൈം 10 വയസ്സ് വരെ ആ വ്യക്തി ആ ഫുഡ് കഴിക്കുന്നില്ല. 11ാം വയസ്സ് തൊട്ട് ആ വ്യക്തിക്ക് ആ ഫുഡ് ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയുടെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നു.
ആ വ്യക്തി ടോട്ടൽ ഫിസിക്കൽ മാറുന്നു, എനർജി മാറുന്നു, ടോട്ടൽ ചേഞ്ച് ആവുന്നു. അപ്പം ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ക്യാരക്ടർ അത് എങ്ങനെ മാറുന്നു? ഓക്കെ, ഇറ്റ്സ് ആൾ അബൌട്ട് എനർജി. കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എനർജീസ് ഈ ഒരു സമയം നിങ്ങളെ കമ്മിറ്റഡ് ആക്കുന്നു, അതിലോട്ട് കമ്മിറ്റഡ് ആകുന്നു. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ട് എന്ന് നിങ്ങളുടെ ഡിവൈന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുന്ന ആ ഒരു എനർജിക്ക് തോന്നിക്കഴിഞ്ഞാൽ, ആ ഒരു സമയം നിങ്ങളെ അതിലോട്ട് അടുപ്പിക്കാൻ അവർക്ക് പറ്റും. അല്ലെങ്കിൽ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടും. അതിനിപ്പോൾ എന്ത് സിറ്റുവേഷൻ നിങ്ങൾക്ക് അതിനൊരു കഴിവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് പല ആൾക്കാർ വഴിയും, പല സിറ്റുവേഷൻസ് വഴിയും, പല യൂണിവേഴ്സിൻ്റെ പല പല സൈൻ വഴിയും അത് നിങ്ങളിലോട്ട് അട്രാക്റ്റഡ് ആവും. നിങ്ങളതിലോട്ട് ഇറങ്ങും. മേ ബി നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള കഴിവായിരിക്കും. ആ എനർജി നിങ്ങളിലോട്ട് സ്പ്രെഡ് ആവും. ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളത് ചെയ്തു പോവും. നിങ്ങൾക്കത് എന്താ പറയുക, നിങ്ങളതിലോട്ട് എത്തിപ്പെടും. ആ ഒരു സമയം നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടും. അതാ പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് മേ ബി എഴുതാനുള്ള കഴിവായിരിക്കും, പാട്ട് പാടാനുള്ള കഴിവായിരിക്കും, ഡാൻസ് കളിക്കാനുള്ള കഴിവായിരിക്കും, എന്തും ഉള്ളൊരു കഴിവായിരിക്കാം. ഒരിക്കലും അത് മറച്ച് വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ക്യാരക്ടറാണ്, ഇതൊരു എന്താ പറയുക, ഇതൊരു എനർജിയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയൊരു കഴിവ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് ആഗ്രഹിച്ച് നിൽക്കുന്ന മറ്റൊരാളിലോട്ട് അത് പോവും, അല്ലെങ്കിൽ മറ്റൊരാളിലോട്ട് അത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ കഴിവ് എന്താണോ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അതങ്ങനെ തന്നെ ചെയ്യണം. കാരണം നിങ്ങളെ സംബന്ധിച്ച് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും. പിന്നെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് കണക്ഷൻ അങ്ങനത്തേക്കുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് അങ്ങനത്തേക്കുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയം വരെ, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയം വരെ ഈ സിറ്റുവേഷൻസ് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ടൈം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്കൊരു ടാറോ കാർഡ് റീഡേഴ്സിൻ്റെ എന്നോ, ഒരു സോൾ പർപ്പസ് എന്ന് പറയുന്ന ഒരു ടാറോ കാർഡ് റീഡേഴ്സിൻ്റെ എന്നോ വേറൊരാളിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കാൻ പറ്റത്തില്ല. അത് തേർഡ് പാർട്ടി ഇഷ്യൂസിന് പറഞ്ഞു കൊടുക്കത്തില്ല നിങ്ങളുടെ സോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതിലേക്കുള്ള വഴി കാണിച്ചു തരാൻ പറ്റും. എന്താണ് സിറ്റുവേഷൻസ്, ഏതാണ് സിറ്റുവേഷൻസ്, വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. സിറ്റുവേഷൻസ് ആ സൈൻ തരാൻ പറ്റും. കുറേയധികം ക്വസ്റ്റ്യൻസ് നിങ്ങളോട്ട് ഇട്ട് തരാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങൾ ചെയ്ത് സക്സസ് ആവണം. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ചില കാര്യത്തിലോട്ട് കമ്മിറ്റഡ് ആക്കുകയാണ്. കമ്മിറ്റഡ് ആക്കുക എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെയാണ് കൂടുതൽ നിങ്ങളെ കമ്മിറ്റഡ് ആക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരു ഇൻസിഡൻറ്റ് തന്നെ, ഒരു അവേക്കനിങ് സിറ്റുവേഷൻ കൊണ്ടുവന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഹൈ എനർജിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ കാണാൻ പറ്റത്തില്ല. നിങ്ങളൊരു ഹൈ എനർജിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ കണക്റ്റഡ് ആവുന്നത് ബാക്കിയുള്ള സിറ്റുവേഷൻസ്, പണം, ഫിനാൻസ്, ജോബ്, മറ്റുള്ള ഒരാൾക്കാരുമായിട്ടാണ് നിങ്ങൾ കണക്റ്റഡ് ആവുന്നത്. നിങ്ങളൊരു ഡൗൺ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് വാല്യൂ, എന്താണ് സിറ്റുവേഷൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു ഡൗൺ സിറ്റുവേഷനിൽ നിന്ന് അവിടെ നിന്ന് പഠിച്ച് കാര്യങ്ങൾ എല്ലാം സെറ്റ് ആയതിനു ശേഷം മാത്രമാണ് അവനൊരു സക്സസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവനൊരു പീക്ക് പോയിൻ്റ് ഉണ്ടാവുന്നത്. ആ പീക്ക് പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല. നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റ് ചില കാര്യങ്ങളായിരിക്കും, മറ്റ് ചില ആൾക്കാരുടെ കാര്യങ്ങൾ, മറ്റ് ചില സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കൊരു അവേക്കനിങ് സ്റ്റേജ്, ഈ ഒരു അവേക്കനിങ് സ്റ്റേജ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ട് തരുന്ന എന്താണെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഈ ഡൗൺ സിറ്റുവേഷനിൽ നിൽക്കുന്നതും, ഈ അവേക്കനിങ് ആവാൻ വേണ്ടി നിൽക്കുന്നത്, ഈ അവേക്കനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായാലും, നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു എനർജിക്ക് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരുപാട് ഫിയർലെസ് സിറ്റുവേഷനോട് കടന്നു പോയിട്ട് വരും. ഒരുപാട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളോട് നിങ്ങൾ കടന്നു പോയിട്ട് വരും. ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം, നിങ്ങളുടെ ഫേസ് മാറും അവിടെ വെച്ച്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് മാറും അവിടെ വെച്ച്. വിഷമാവസ്ഥയിൽ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ സിറ്റുവേഷൻസ്. കർമ്മ റിലേറ്റഡ് ആയിട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങളെ കണ്ണിൽ എഴുതി വയ്ക്കും. കർമ്മ അനുഭവിക്കുന്ന ഒരുത്തനാണ്, അല്ലെങ്കിൽ കർമ്മ അനുഭവിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കത് അറിയാൻ പറ്റത്തില്ല, ബട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അത് അറിയാൻ പറ്റും. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അവിടെ ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അവിടെ ഒരുപാട് മേ ബി റിലേഷൻഷിപ്പ് എബോട്ടായിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, പണ്ട് ചെയ്ത എന്തെങ്കിലും കർമ്മകളായിരിക്കാം, പണ്ട് നിങ്ങൾ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകളായിരിക്കാം. നമുക്കറിയാൻ പറ്റത്തില്ല അത് എന്ത് തെറ്റാണെന്ന്. ബട്ട് നമുക്കത് ഓപ്പർച്യൂണിറ്റിയാണ്. ബട്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കത്തില്ല. അത് ആളെ സംബന്ധിച്ചൊരു വിഷമമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതും, ഇതൊക്കെ ഓരോ പാഠങ്ങളാണ്. ഇതൊക്കെ ഒരു ലൈഫ് ലെസൺ ആയിട്ട് നിങ്ങൾ കൂട്ടുക ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന. നിങ്ങളെ ഈ ഒരു യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു എനർജി പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക,
ഫിയർലെസ് മാറ്റിയിട്ട് സ്റ്റാൻഡേർഡായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു സമയത്തും ഒരാളുടെ കൂടെയും ഒന്നും ഉണ്ടാകത്തില്ല. ഈവൻ റിലേഷൻഷിപ്പ് ആയാലും കരിയർ റിലേറ്റഡ് ആയാലും വൈഫായാലും മക്കളായാലും ആരും ഒന്നും എന്താ പറയുക സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതോ കാര്യങ്ങളല്ല. ബട്ട് നിങ്ങൾ ഹോണസ്റ്റ് ആവുക, എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ ഹോണസ്റ്റ് ആവുക. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും. ലൈഫിനെ എതിർക്കാനോ ലൈഫിനെ വിധിയെ മാറ്റിമറിക്കാനോ പോകുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് അദൃശ്യ ശക്തികളെയോ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു എനർജി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി അതിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു പവർ നിങ്ങളുടെ അടുത്തോട്ട് കൂടുതലും നിങ്ങളെ കണക്റ്റ് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുതരുന്നത്. ഇത് നിങ്ങളെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യിപ്പിക്കും. മെഡിറ്റേഷൻ, യോഗ, റീഡിങ്, അങ്ങനത്തുള്ള കുറേയധികം സിറ്റുവേഷൻസ്. കുറേയധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ റീഡിങ് എങ്ങനെ ആൾക്കാർക്ക് കണക്റ്റഡ് ആവുന്നു. നിങ്ങൾ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നിങ്ങളടുത്ത് തന്നെ. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു, ലൈഫിൽ എന്തുകൊണ്ട് ഞാനിങ്ങനെ അനുഭവിക്കുന്നു, റിലേഷൻഷിപ്പ്, കരിയർ, എന്ത് സിറ്റുവേഷനിലായാലും എന്തുകൊണ്ട് ഞാനിങ്ങനെ അനുഭവിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളുടെ സോളും നിങ്ങളുടെ ആ ഒരു എനർജിയും കോഡുകളായിട്ട് രൂപപ്പെട്ട് എനർജി കാറ്റിൽ പറന്ന് ഒരുപാട് ടൈം പോയതിന് ശേഷം റീഡേഴ്സിൻ്റെ അടുത്തായിരിക്കാം, മറ്റ് ചില സൈനുകളായിട്ട് പല ആൾക്കാരുടെ രൂപത്തിൽ നിങ്ങളടുത്ത് വരാൻ ചാൻസ് ഉണ്ട്, പല ആൾക്കാരുടെ രൂപത്തിൽ നിങ്ങളടുത്ത് വാക്കുകളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എനർജി, ഇറ്റ്സ് ആൾ അബൌട്ട് എനർജി എന്ന് പറയുമ്പോൾ സംസാരം, അതുവഴി നിങ്ങളടുത്തോട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൈൻ കിട്ടും. യെസ്, ഇതാണല്ലോ ഞാൻ തേടി നടന്ന സാധനം, അല്ലെങ്കിൽ ഇതാണല്ലോ കറക്റ്റാണ്, യെസ് ആൾ പറയുന്നത് കറക്റ്റാണ്. അങ്ങനെയാണ് റീഡിങ് കണക്റ്റഡ് ആവുന്നത്. ഓൾമോസ്റ്റ് പല ആൾക്കാർക്കും അങ്ങനെയാണ് റീഡിങ് കണക്റ്റഡ്. ഇതേപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ പണ്ട് ആഗ്രഹിക്കുന്നല്ല, വിഷമത്തോടെ ആഗ്രഹിക്കണം. അതായത് പെയിൻഫുൾ ആവണം, നിങ്ങൾക്കത് വേണം എന്ന് നിങ്ങളുടെ മനസ്സിനും ആ യൂണിവേഴ്സലിനും തോന്നണം. യൂണിവേഴ്സലിന് ട്രസ്റ്റ് ആവണം, നിങ്ങൾക്ക് ആ സാധനം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് പല സിറ്റുവേഷൻ നിങ്ങൾ അതിലടുത്തോട്ട് നിങ്ങളെ അടുപ്പിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് സ്റ്റക്ക് സിറ്റുവേഷനാണ്. അതായത് നിങ്ങളുടെ നെഞ്ചിൽ ഒരു ആരോ കുത്തിക്കയറി നിൽക്കുന്ന സിറ്റുവേഷനാണ്. അതെങ്ങനെ എടുത്ത് കളയും, അതവിടെ ഫിക്സായി പോയി, അതിനി എന്ത് ചെയ്ത് കളയാൻ പറ്റും. അബൌട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. പേടിയാണ്, കുറേയധികം ആൾക്കാർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് പേടിയാണ്, ഏജിനെ കുറിച്ച് ആലോചിച്ച് പേടിയാണ്, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് പേടിയാണ്. എന്താ പറയുക, ഒരു വിഷമാവസ്ഥയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ്. മുന്നോട്ടിനി എന്ത്, അല്ലെങ്കിൽ സ്റ്റക്ക് സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയൂലേ, മുന്നോട്ടിനി എന്ത് എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു സമയമായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡയറക്ഷൻ അറിയാൻ വയ്യ, ലൈഫിൽ ഒരുപാട് ഇഷ്യൂസിൽ കടന്ന് പോയി പാത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാത്ത് എന്താണോ അത് ചൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവിടെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു എനർജി, ഇത് ഇത് നിങ്ങളുടെ ഉള്ളിൽ കയറാൻ പറ്റും, എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും, മറ്റുള്ളവരുടെ ഉള്ളിൽ കയറാൻ പറ്റും, ദൈവത്തിനും ചെകുത്താനും ആരുടെ ഉള്ളിൽ വേണോ കയറാൻ പറ്റും, മനുഷ്യന്മാരുടെ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. എനർജിക്കും കയറാൻ പറ്റും. ഫോഴ്സ്ഫുള്ളായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഒന്നാമത്തത് സൈക്കിക് അറ്റാക്ക്, കണ്ണേർ, കമ്പയർ, ഇതൊരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള എനർജിയാണ്. രണ്ടാമത്തത് കാമം, ഇതൊരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്, അബൌട്ട് ലവ്, അട്രാക്ഷൻ, ഫീലിങ്സ്. ഇത് മൂന്നും ഭയങ്കര പവർഫുള്ളാണ്. നമുക്കൊരടുത്ത് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആളതുണ്ടാവും ആ എനർജി. അത് നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്ത് കളയാം, ക്ലെൻസ് ചെയ്യാണ്ട് കളയാം. റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും. ദൃഷ്ടിദോഷമാണെങ്കിൽ നമുക്ക് എടുത്ത് കളയാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ആൾക്കാർ വരുന്നത് എന്തിനാണ്, നിങ്ങളുടെ ലൈഫിൽ ഓരോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വിഴുങ്ങുന്ന എന്തിനാണ്, നിങ്ങളെ നശിപ്പിക്കുന്ന എന്തിനാണ്, യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന് അത് ചെയ്യിപ്പിക്കുന്നതാണ്. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ നടന്ന് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ചതി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ട് ചെയ്യുന്നൊരു ചതിയല്ല അത്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ചതി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ 2 പേർക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഈവൻ നിങ്ങളുടെ കയ്യിലും അവിടെ പ്രശ്നമുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന കയ്യിലും ആളുടെ കയ്യിലത് പ്രശ്നമുണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവെയർ ആവത്തുള്ളൂ. ഒരുപാട് സ്നേഹവും അല്ലെങ്കിൽ ഒരുപാട് ആത്മാർത്ഥതയും കാണിക്കുന്ന ചിലരിലായിരിക്കും ഇത് പറ്റുന്നത്.
അല്ലെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് അനുസരിച്ച് ഡിവൈൻ കണക്റ്റ് ചെയ്യുന്ന ചില സംഭവങ്ങളായിരിക്കും. ഇപ്പം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് അവർക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ നീഡ്സ് എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ, അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്കൊരു ലൈഫ് എക്സ്പീരിയൻസ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ചില ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധിച്ച് നിങ്ങൾ വിഷമാവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസൊക്കെ നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 3-4 സ്റ്റേജുകളുണ്ടാവും. ആ സ്റ്റേജിൽ കൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റത്തുള്ളൂ. ഈവൻ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ എത്ര നാൾ കഴിഞ്ഞാലും എത്ര സിറ്റുവേഷൻ കഴിഞ്ഞാലും അത് നിങ്ങളുടെ അടുത്തോട്ട് വരും. ആ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരും. നിങ്ങളും എന്താ പറയുക, നിങ്ങൾക്കും അതൊക്കെ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്കൊക്കെ അത് പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അത് ജസ്റ്റ് അവേക്കനിങ് ആണ്, സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ വിഷമമാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ഓൾമോസ്റ്റ് ഒരാളുടെ ലൈഫിൽ എല്ലാം തീർന്നു അല്ലെങ്കിൽ എല്ലാം ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ കയ്യിൽ ഇനി അവൻ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജീവനുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ കയ്യിൽ എല്ലാം നഷ്ടപ്പെട്ടതെന്ന് അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതെന്ന് വിളിക്കാൻ പറ്റത്തില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ജീവൻ എന്ന് പറയുന്ന സാധനം ഈ ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലോ അവളുടെ കയ്യിലോ ജീവനുണ്ട്. അത് നഷ്ടപ്പെട്ടാലാണ് എല്ലാം നഷ്ടപ്പെട്ടത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ സമ്പാദിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. ആ ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും വരും, ഒരുപാട് കാര്യങ്ങൾ വരും. സക്സസ്സും ഫെയിലിയറും കണ്ട് പേടിക്കാണ്ടിരിക്കുക, സന്തോഷിക്കാണ്ടിരിക്കുക. സക്സസ്സും ഫെയിലിയർ എന്ന് പറയുന്നത് രണ്ടും ഒരു മീഡിയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ബ്ലെസ്സിങ്സ് ആണ്. ഇത് കൺട്രോൾ ചെയ്യുന്ന കുറേയധികം എനർജീസ് ഉണ്ട്. ഇത് കൺട്രോൾ ചെയ്യുന്ന, അതായത് 3 ഡയമെൻഷനിൽ നിൽക്കുന്ന മനുഷ്യന്മാർക്ക് 4 ഡയമെൻഷനിലും 5 ഡയമെൻഷനിലും നിൽക്കുന്ന ആൾക്കാരുടെ കളി മനസ്സിലാവത്തില്ല. അവർ നമ്മളെ കളിപ്പിക്കുന്ന കളി നമുക്ക് മനസ്സിലാവത്തില്ല. ഈവൻ ആർക്കും മനസ്സിലായി, എനിക്കും മനസ്സിലാവത്തില്ല. ബട്ട് ആ ഒരു ഇൻറ്റ്യൂട്ടീവ്ലി എനിക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ നിങ്ങളത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, ഇവിടെ ഒരുപാട് എനർജീസ് ഉണ്ട്. കാട്ടിലെ കണക്ക് തന്നെയാണ് നാട്ടിലെ മനുഷ്യന്മാരും. പാമ്പിൻ്റെ സ്വഭാവമുള്ളവരുണ്ട്, പുലിയുടെ സ്വഭാവമുള്ളവരുണ്ട്, കടുവയുടെ സ്വഭാവമുണ്ട്, ആനയുടെ സ്വഭാവമുള്ളവരുണ്ട്, എന്താണ് പറഞ്ഞത്, അങ്ങനെയൊക്കെ ഒരുപാട് സ്വഭാവങ്ങൾ. മറ്റേ കുറുക്കൻ്റെ സ്വഭാവമുള്ളവരുണ്ട്. അപ്പം അതേ കണക്ക് പൂച്ചയുടെ സ്വഭാവമുള്ളവരുണ്ട്. അപ്പം സെയിം മെത്തേഡ് തന്നെയാണ്, എനർജീസ് എല്ലാം ഒരേ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ആൾ അബൌട്ട് എനർജി ബേസിലാണ് ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എനർജി ബേസിലാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡയറക്ഷൻ എന്താണോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, എന്ത് സിറ്റുവേഷൻസാണോ നിങ്ങൾക്ക് വേണ്ടത്, അതിനനുസരിച്ച് മാക്സിമം നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഡിവൈൻ ഹാസ് എ പ്ലാൻ. ഡിവൈൻ ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിനനുസരിച്ചായിരിക്കും എല്ലാം കടന്നു പോകുന്നത്, എല്ലാ സിറ്റുവേഷൻസും പോകുന്നത് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹീലിംഗ് ചെയ്യാനുള്ള സമയമാണ്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്സ്, സ്പോർട്സ്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഉള്ളിൽ എന്ത് കഴിവാണോ മറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി നോക്കുക. കുറേയധികം ആൾക്കാർ ചോദിക്കും, ഞാൻ വെറുതെ എവിടെ ഇങ്ങനെ ജീവിച്ച് മരിക്കുന്നതാണ്, എനിക്കൊരു കഴിവില്ല, അത് ചുമ്മാതെയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊരു കഴിവുണ്ട്,
എല്ലാവർക്കും ഉണ്ടൊരു കഴിവ്. അപ്പം അല്ലെന്നുണ്ട് ആ സമയം നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ കഴിവ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ പറയുന്നത് നിങ്ങളൊരു വേസ്റ്റാണ്. ഞാനങ്ങനെ പറയുന്നതുകൊണ്ട് വിഷമം ഉണ്ടായി കഴിഞ്ഞാലും എനിക്കൊന്നുമില്ല. ബട്ട് നിങ്ങളത് മനസ്സിലാക്കണം. 24 ഒരു ജോലിയും ചെയ്ത്, അല്ലെങ്കിൽ 9 to 5 ഒരു ജോലിയും ചെയ്ത് പോകുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ കഴിവെന്താണ് നിങ്ങൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേര് റെസ്പെക്റ്റ് ചെയ്യും, നിങ്ങളെ ആരാധിക്കും. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഈ പെയിൻഫുള്ളായിട്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെയിൻ ആവുള്ളൂ. മറ്റുള്ളവരെ കണ്ട് വിഷമിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളെ കണ്ട് നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി പഠിക്കണം. നിങ്ങളുടെ ഈ ഡിവൈൻ പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം തരാൻ വേണ്ടി അവർ പക്കാ റെഡിയാണ്. ഓൾമോസ്റ്റ് അവർ റെഡിയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഥ എഴുതാൻ, അടുത്ത സ്റ്റോറി എഴുതാൻ വേണ്ടി വെയിറ്റിങ്ങാണ്. ഞാൻ പറയുന്നില്ല, അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസത്തെ സ്റ്റോറി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് എഴുതണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ദിവസം കണക്കിരിക്കും നാളെ നിങ്ങൾക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ്, നിങ്ങളുടെ ആഗ്രഹം എന്താ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് ഇന്ന് നിങ്ങൾ പറ, നാളെ നിങ്ങൾക്ക് സാധിച്ചു തരും. അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും ആയിരിക്കില്ല. മറ്റുള്ളവർക്ക് നന്മ വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡിവൈൻ ചെയ്തു തരും. ഓക്കെ. അപ്പം ഇവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടുള്ള കുറേയധികം ആൾക്കാർ, അതായത് റിലേഷൻഷിപ്പിലാണ്, കുടുംബം, ഫാമിലി, റിലേഷൻഷിപ്പ്, മക്കൾ ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേയധികം സംഭവങ്ങളിലൂടെ കാണുന്നുണ്ട്. ബ്രോക്കൺ ഹാർട്ട് വന്നൊരാൾക്ക് നിങ്ങൾ ഒരിക്കലും അതിനെ വിഷമിക്കാൻ പാടില്ല. എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും വിഷമിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയത്തില്ല, വിഷമിക്കണം. ചില സിറ്റുവേഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ വിഷമിക്കും, അത് ഗ്യാരണ്ടിയാണ്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ സിറ്റുവേഷൻസിൽ ഗ്രോ ആവാൻ വേണ്ടി നോക്കുക. മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലും ടൈം കണ്ടെത്തി അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് എന്നുള്ളൊരു പോയിൻ്റ് നിങ്ങളുടെ ലൈഫിൽ വരത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് വരത്തുള്ളൂ. എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ഒരു വിഷമാവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അതങ്ങനെയാണ്. ഓക്കെ, ഡിവൈൻ ഹാസ് എ പ്ലാൻ. യൂണിവേഴ്സലിൻ്റെ പ്ലാൻ ഉണ്ട്, യൂണിവേഴ്സലിനൊരു എനർജി ഉണ്ട്. നിങ്ങളുടെ ഈ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളെ സംരക്ഷിക്കുന്ന ആ ഒരു എനർജിക്ക് അറിയാം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതാണ് വേണ്ടത്. അപ്പം ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് പേര് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. നിങ്ങളടുത്ത് അവർക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ ഒരു എനർജിക്ക് നിങ്ങളടുത്ത് എന്താണ് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു എനർജി, ഇറ്റ്സ് ഓൾ അബൌട്ട് എനർജി. ഈ ഒരു എനർജിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ആരാണ് നിങ്ങളെ ഒളിഞ്ഞും പറഞ്ഞ് സംസാരിക്കുന്നത്? സെക്കൻഡ് പൈൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പവർഫുള്ളായിട്ടുള്ള ഓരോ ഹീലർമാരോ റീഡർമാരോ ഒക്കെയാണ് നിങ്ങൾ. ഈ ഒരു പൈലാണേ, നിങ്ങൾ ഒരു ടാറോ കാർഡ് റീഡറാണോ കാണുന്നത്, നിങ്ങൾ ഒരു ഹീലറാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ റീസണേറ്റ് ആവും, അല്ലെങ്കിലും റീസണേറ്റ് ആവും. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് പല കാര്യത്തിലോട്ടും കമ്മിറ്റഡ് ആവുന്നുണ്ട്. റിലേഷൻഷിപ്പ് മറക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ മെഡിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു. നെഗറ്റീവ് ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ യോഗ ചെയ്യുന്നു, ആ മെഡിറ്റേഷൻ യോഗ ചെയ്യുന്ന സമയത്ത് ആ നെഗറ്റീവ് ചിന്തകൾ തന്നെ പിന്നെയും വരുന്നു.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാം. പീസ്ഫുള്ളായിട്ടൊരു മൈൻഡ് ഉള്ള സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾക്കൊരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും കയറി മെഡിറ്റേഷൻ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ആ സമയം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് നടക്കാൻ ഇറങ്ങുക. എന്താ പറയുക, അടുത്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി നോക്കുക. കൂടുതലും അങ്ങനെ ചെയ്യാൻ, അതൊരു ഭയങ്കര ഹീലിംഗ് ആണ്. ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ അടുത്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കുകയാണ്. ആരിൽ നിന്നോ എന്തിൽ നിന്നോ എന്തൊരു സിറ്റുവേഷനിൽ നിന്നോ ചില കാര്യങ്ങൾ നിങ്ങൾ മറയ്ക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ നിങ്ങൾ മറച്ചു പിടിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളെന്താണോ, നിങ്ങൾ ആരാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറാൻ പറ്റാത്ത ചില സിറ്റുവേഷനോട് നിങ്ങൾ ചില സമയത്ത് കടന്നു പോകുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾക്കിതുവരെ നിങ്ങളെ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില റിലേഷൻഷിപ്പിലായിരിക്കാം, ചില കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെയോ നിങ്ങൾ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് എബൌട്ട് ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് ഇടുക, ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അതല്ലല്ലോ, നിങ്ങളെന്താണെന്ന് ആ വ്യക്തിയെ കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ആ വ്യക്തിയെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ടും മറ്റേ സംഭവം ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങളായിട്ട് മാക്സിമം നിൽക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങൾ അതായിട്ട് നിൽക്കുക. നിങ്ങളുടെ ഡിവൈൻ പറയുന്ന കാര്യമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വലിയ സംഭവമായിട്ട് കാണിച്ചിട്ടും വലിയ ചെറിയ സംഭവമായിട്ട് കാണിച്ചിട്ടും നിങ്ങളങ്ങനെ കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. മാക്സിമം നിങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഡൗൺ ടു എർത്ത് എന്ന് പറയാം, ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരും. അല്ലാന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇത് അങ്ങ് ഡൗൺ ആവും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഡൗൺ ആവും. അപ്പം ഈ ഒരു വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്ന കാര്യം എന്തെന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം നിങ്ങളെ മറച്ചു വയ്ക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ലൈഫ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണോ അതിനു വേണ്ടി മാത്രം നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ പർപ്പസ് എന്താണോ, നിങ്ങളുടെ കർമ്മ ഹീലിംഗ് എന്താണോ, നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഇഷ്യൂസ് എന്താണോ, അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. ഒരു ടൈം ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ടത് വരും. മുന്നേ നടന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഒന്നിനെയും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. മുന്നേ നടന്ന കാര്യം എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ, കരിയറിൽ, ഫിനാൻസിൽ, നിങ്ങളുടെ മുന്നേ നടന്ന ലൈഫിൽ നടന്ന കാര്യം വെച്ചിട്ട് ചിന്തിച്ച് നടക്കുക. ഒന്നും നടക്കില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ. നടക്കാൻ പോകുന്നതും നടക്കുന്ന കാര്യത്തെക്കുറിച്ചും കറൻറ്റ്ലി ഇപ്പം നടക്കുന്ന സിറ്റുവേഷനെ കുറിച്ചും ചിന്തിക്കുക. നൗ കറൻറ്റ്ലി എന്താണോ അത് മാത്രം ചിന്തിച്ചിരിക്കുക. ഫോഴ്സ്ഫുള്ളി അത് മാത്രമായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ലൈഫിൽ ഒരുപാട് അവേക്കനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ പോയിട്ടുണ്ടായിരിക്കാം, ഡിപ്രഷനിൽ പോയിട്ടുണ്ടായിരിക്കാം, പല കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ പോയിട്ടുണ്ടായിരിക്കാം. ബട്ട് ആ സിറ്റുവേഷൻസൊക്കെ ലൈഫിൽ നിന്ന് മാറ്റുക, എടുത്ത് കളയുക. പുതിയൊരു ലൈഫ് എക്സ്പീരിയൻസ്, പുതിയൊരു എനർജി, അതിലോട്ട് കയറാൻ വേണ്ടി നോക്കുക. സമയത്തിനനുസൃതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വരും. സമയം, സിറ്റുവേഷൻസ്, അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ വരും. ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റ്യൂഷൻസ് ഒരു സമയമാകുമ്പോഴത്തേക്കും കറക്റ്റ് ഇൻറ്റ്യൂഷൻ തരും. ചില സമയമാകുമ്പോൾ നമ്മളെ ഇൻറ്റ്യൂഷൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. ഈ ഉറങ്ങിപ്പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾ ഓക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ബട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ, നിങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള മൈൻഡ് സെറ്റ് എന്താണോ, നിങ്ങളുടെ എനർജി എന്താണോ, നിങ്ങൾ ആരാണോ
അത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാനുള്ള സിറ്റുവേഷൻസ് എന്ത് ചെയ്തിട്ടും അവർ എത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടും അവർക്ക് ചില കാര്യങ്ങൾ ഓക്കെ ആവുന്നില്ല. പെയിൻഫുൾ ആയ സിറ്റുവേഷൻ, ബിസിനസ്സിൽ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, റിലേഷൻഷിപ്പ്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ബട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് സമയം ശരിയാവുന്നില്ല. എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിധി വരുന്നത്? പെയിൻഫുള്ളാണ്. ആളുടെ കണ്ണിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആളുടെ വിഷമം എന്താണ്, ആളുടെ ഫീലിങ്സ് എന്താണ്, നീ എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനെ, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ബട്ട് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സമയം വേസ്റ്റാവും, എല്ലാം വേസ്റ്റാവും. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഹയർ എനർജി, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫിലെ, നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ബോഡിയെ, നിങ്ങളുടെ സ്പിരിറ്റിനെ, നിങ്ങളുടെ എല്ലാത്തിനെയും ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സക്സസ് ആവും. കോൺഫിഡൻസ് വേണം നിങ്ങളുടെ ലൈഫിൽ. എല്ലാ കാര്യത്തിനും കോൺഫിഡൻസ്, ധൈര്യം ഒക്കെ വേണം. എങ്കിലേ ലൈഫ് സെറ്റാകത്തുള്ളൂ. ട്രസ്റ്റ് വേണം. എനർജി, ഓക്കെ, എനർജി ഇപ്പം എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കാറ്റഗറിയിലുള്ള ജെന്യൂൻ ആൾക്കാരാണ്. ബട്ട് ചില മാനിപ്പുലേഷൻ സിറ്റുവേഷൻസ്, ചില ഡൗൺ സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങൾ പെയിൻഫുൾ ആവും. ഡിപ്പെൻഡഡ് ആവാൻ പാടില്ല. നിങ്ങൾ ആരിലും ഒന്നിലും ഡിപ്പെൻഡഡ് ആവാൻ പാടില്ല. എന്തിനാണ് നിങ്ങൾ ഡിപ്പെൻഡഡ് ആവുന്നത്? അങ്ങനെ ഡിപ്പെൻഡഡ് ആവുന്നത് ചില സമയത്തെ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ വെച്ചിട്ട് എപ്പോഴും അതേ കണക്ക് തന്നെ നടക്കണമെന്നില്ല. ചില സമയം, സാഹചര്യം, സിറ്റുവേഷൻസിലായിരിക്കും നടക്കുന്നത്. അപ്പം അത് തന്നെ എപ്പോഴും ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞ് നിൽക്കരുത്. മുന്നേ നടന്നൊരു സംഭവം ഇപ്പോൾ നടക്കുമെന്ന് ചിന്തിക്കരുത്. ഒരു റിലേഷൻഷിപ്പിൽ നടന്ന കാര്യം ഈ റിലേഷൻഷിപ്പിൽ അതേ കണക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് നിങ്ങളെ ഡൗൺ ആക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഈ ബിസിനസ് പൊളിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ ബിസിനസ് പൊളിയണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾ പെയിൻഫുൾ ആവാണ്ടിരിക്കുക. എനിക്ക് അത്രയും നിങ്ങളത് പറയാം. നിങ്ങൾ പെയിൻഫുൾ ആവാണ്ടിരിക്കുക. നിങ്ങൾ എന്ത് സിറ്റുവേഷനിലായി കഴിഞ്ഞാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. വരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഈ റീഡിങ് കേട്ടുകൊണ്ട് പരിശ്രമിക്കേണ്ടതൊരു കാര്യമില്ല. പരിശ്രമിക്കുന്നവൻ നീ ബലം തരുന്നവൻ ഞാൻ, അങ്ങനെയല്ലേ ദൈവം പറഞ്ഞിട്ടുള്ളത്. പരിശ്രമിക്കൂ, അതിനനുസരിച്ചുള്ള ബലം നിനക്ക് വരും എന്നാണ്. അല്ലാണ്ട് നിങ്ങൾ പരിശ്രമിക്കാണ്ടിരിക്കരുത് ഒരിക്കലും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ, ചിന്തിക്കൂ. ട്രസ്റ്റ്, നിങ്ങളുടെ ടാലൻറ്റിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വേണം. നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെ ചിലവാക്കുന്നു എന്നതിനുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. ചേഞ്ച് ആവണം എന്നുള്ള ബോധ്യം വരണം. മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കണം, സ്പിരിറ്റിനെ പറഞ്ഞ് പഠിപ്പിക്കണം, എനർജിയെ പറഞ്ഞ് പഠിപ്പിക്കണം. പുതിയൊരു ട്രാൻസ്ഫർമേഷനിലാവണം. ജാഗ്രത വേണം ചില കാര്യങ്ങളിൽ. കഠിനാധ്വാനം, അതേപോലെ തന്നെ ഇൻറ്റ്യൂഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ഇൻറ്റ്യൂഷൻ വേണം. ബട്ട് അതിലും ഉപരി നിങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ദൃഢനിശ്ചയം. അതായത് ഇനി എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അതിൽ നിന്നും ഒരു പിൻവാങ്ങൽ ഇല്ല. കോൺഫിഡൻസ്, അത് നിങ്ങൾക്ക് വേണം. ഇതൊക്കെ നിങ്ങളെ പവർഫുള്ളാക്കും. ഇത്രയും സിറ്റുവേഷൻസ് നിങ്ങളെ പവർഫുള്ളാക്കും. ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് മെഡിറ്റേഷൻ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. ബട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മെഡിറ്റേഷൻ ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഏറ്റവും വലിയ മെഡിറ്റേഷൻ സത്യം പറഞ്ഞാൽ ഉറക്കമാണ്. അതിലും വലിയ മെഡിറ്റേഷൻസ് ഒന്നുമില്ല. ഈ മെഡിറ്റേഷൻസ് വേണം. ബട്ട് രാവിലെ എണീച്ചിരുന്നിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ സത്യം പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഉറങ്ങിയാണ് രാവിലെ. പിന്നെയും രാവിലെ മെഡിറ്റേഷൻ കണ്ണുവാടം പൂട്ടിയിരുന്ന് പിന്നെയും ഉറങ്ങേണ്ട ആവശ്യമുണ്ടോ? അതിനേക്കാളും നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. വല്ല ബീച്ചിലോ ഒരു ട്രാവലിങ്ങോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻറ്റ്യൂഷൻ കിട്ടും. ബാത്റൂമിൽ പോയി ഒന്ന് കുളിച്ചാൽ മാത്രം മതി. അതിനേക്കാളും നിങ്ങൾക്കൊന്ന് ഉന്മേഷമാവും. മെഡിറ്റേഷനേക്കാളും നിങ്ങൾക്ക് ഫീലിങ്സ് കിട്ടും ആ സമയത്ത്. അല്ലെങ്കിൽ വല്ല ഷട്ടിൽ ബാറ്റ് കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ, നെഗറ്റീവ് സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് മാറാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചില കാര്യങ്ങളിൽ നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ടായിരിക്കണം. മേ ബി ചില ആൾക്കാർക്ക് ചില ട്രോമാസ് ഉണ്ട് ലൈഫിൽ, ഒരുപാട് ട്രോമാസ് ഉണ്ട്. ഈ ട്രോമാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളത് മാറ്റിയേ പറ്റത്തുള്ളൂ. ആ ട്രോമ എന്ന് പറയുന്ന സിറ്റുവേഷൻ നിങ്ങൾ മാറ്റിയേ പറ്റത്തുള്ളൂ. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഒരുപാട് നിങ്ങൾക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളും മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തരും. എന്താണ്, കടലോളം നിങ്ങൾക്ക് കടലിൽ ചെന്നിട്ട് മീൻ പിടിക്കാൻ നിന്ന് വിഷമിച്ച് മീൻ പിടിക്കാൻ നിൽക്കുന്ന ഒരു ഇഷ്ടം പോലെ പഞ്ച് നിറയെ മീൻ കിട്ടും. അതേ കണക്കാണ് യൂണിവേഴ്സ്, ഇഷ്ടം പോലെ വാരിക്കോരി തരും. ബട്ട് അതവിടെ എത്തിക്കുക എന്നുള്ളത്, വീട്ടിൽ കൊണ്ട് എത്തിച്ച് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് നിങ്ങളെ ഇതാണ്. അപ്പം യൂണിവേഴ്സ് തരും. യൂണിവേഴ്സിന് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക. എന്താ പറയുക, നിങ്ങൾ ഭയങ്കര കണ്ണിങ് ആയിട്ട് മാറുകയാണ് ഇപ്പം. നിങ്ങൾ ഭയങ്കരമായിട്ടും ഓരോന്നും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന സിറ്റുവേഷൻസ്. നിങ്ങളുടെ ടാലൻറ്റ് എന്താണോ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണോ, അത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് ആ ടൈമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി. ആ ടൈമിൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും. ചില കാര്യങ്ങളിൽ നിങ്ങളെ യൂണിവേഴ്സ് കമ്മിറ്റഡ് ആക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് 2 പേരെ ഒരുമിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കർമ്മകൾ മാറും. ഈവൻ നിങ്ങളൊന്ന് ചിന്തിച്ചു കാണാം, ഒരു റിലേഷൻഷിപ്പിൽ ഫാമിലി, മക്കൾ, അതുമായിട്ട് ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും. ഈവൻ ടാറോ കാർഡ് റീഡേഴ്സിൻ്റെ കയ്യിൽ വരെ ഈ സംഭവങ്ങൾ എത്തും, എനർജീസ് പാസ്സാവും. അതൊരു അവേക്കനിങ്ങിന് പകരം, അവേക്കനിലുപരി അതൊരു മനസ്സിലാക്കലാണ്, അതൊരു ട്രസ്റ്റാണ്. നിങ്ങൾക്ക് നിങ്ങളെയും ആ വ്യക്തിയെയും മനസ്സിലാക്കി കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെന്താണെന്ന് മനസ്സിലാവും. ഒരു റിലേഷൻഷിപ്പിൽ കയറാൻ പറ്റിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെന്താണെന്ന് മനസ്സിലാവും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയും, നിനക്കതില്ല, നിനക്കത് പറ്റത്തില്ല, നിനക്ക് മറ്റേത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല, എന്താണ്, നമുക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല, നമുക്ക് മറ്റേ അങ്ങനത്തെ സമയം കണ്ടെത്തുന്നത്. അതൊക്കെ കറക്റ്റാണ്, പറയുന്നത് കറക്റ്റാണ്. മറ്റേ ആൾ ഓപ്പോസിറ്റിനെ സംബന്ധിച്ച് ആളത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ മതി. പക്ഷേ ഇത് നമ്മൾ അവേക്കനിങ് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കറക്റ്റ് നമുക്കെത്തും. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ കമ്മിറ്റഡ് ആക്കുന്നത് ഡിവൈനായിട്ട് കമ്മിറ്റഡ് ആക്കുന്നതാണ്. അത് നിങ്ങളെ നെഗറ്റീവിന് വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരതൊക്കെ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ആർക്കും നെഗറ്റീവ് ഉണ്ടാകാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നിങ്ങൾക്ക് പോസിറ്റീവ് ഉണ്ടാകാൻ വേണ്ടി മാത്രമേ ഈ ഭൂമിയിൽ, ഈ യൂണിവേഴ്സ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. പിന്നെ എല്ലാം നിങ്ങൾ കാണിക്കുന്ന കറാമ്പറപ്പ് കണക്കിരിക്കും. നിങ്ങളെന്താണോ ചെയ്തത് അതിനനുസരിച്ചിരിക്കും ബാക്കിയെല്ലാം. അവർ നിങ്ങളെ നെഗറ്റീവ് ആക്കാനൊന്നും വരത്തില്ല. ഈവൻ സ്പിരിറ്റുകൾ പോലും സ്പിരിറ്റ്, അതായത് ഈ ലോകത്തെ ആൾക്കാർ ഏറ്റവും പേടിക്കുന്ന പ്രേതങ്ങളെയാണ്. ഈ പ്രേതങ്ങൾ വന്ന് ആരെങ്കിലും കൊന്നിട്ടുണ്ട് എന്ന് ഞാനിതുവരെയും കേട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്ന പ്രേതങ്ങളെയാണ്. വെളിയിലിറങ്ങുമ്പോഴത്തേക്കും ആൾക്കാർ തലക്കടിച്ച് കൊന്നു, പീഡിപ്പിച്ച് കൊന്നു, മനുഷ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ. ആൾക്കാർ സത്യം പറഞ്ഞാൽ പേടിക്കുന്നത് പേടിക്കാണ്ടത്ത കാര്യങ്ങളാണ് പേടിക്കുന്നത്. പേടിക്കേണ്ട കാര്യങ്ങൾ ആരും പേടിക്കില്ല. അതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ നടക്കുന്ന സിറ്റുവേഷൻസ് അതാണ്. ബട്ട് എന്താ പറയുക, നിങ്ങൾ അവരൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഗാർഡിയൻ ഏഞ്ചൽ ഓരോരുത്തരും ഓരോ ലൂപ്പാണ്. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരുപാട് എനർജീസ് ഉണ്ട്. അവർ നിങ്ങളെ സേഫാക്കി വെച്ചേക്കുന്ന, നിങ്ങളങ്ങനെ കൊണ്ടിടത്തൊന്നുമില്ല അവർ. എന്താ പറയുക, നിങ്ങളൊരു പൂമ്പാറ്റയാണ്. പൂമ്പാറ്റകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും പക്ക ട്രാൻസ്ഫർമേഷനാണ്, അൾട്ടിമേറ്റ് ട്രാൻസ്ഫർമേഷൻ. പുഴുവിൽ നിന്നാണ് പൂമ്പാറ്റ ഉണ്ടാകുന്നത്, ക്യൂബായിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത്. അതൊരു അൾട്ടിമേറ്റ് സംഭവമാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് സിറ്റുവേഷൻസ് പെട്ടെന്ന് മാറും. നിങ്ങളെ തട്ടിക്കളിക്കാൻ കുറേ ആൾക്കാർക്ക് പറ്റും. തട്ടിക്കളിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ പോകേണ്ടി വരും. ബട്ട് നിങ്ങളൊരു സ്ട്രോങ് ആവുന്ന സമയത്ത് നിങ്ങൾ വേറെ ആരും ഒന്നും ചെയ്യത്തില്ല. അപ്പം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സേഫാണ്, നിങ്ങൾ സേഫാക്കി നിർത്തിയേക്കാണ്. കംഫർട്ട് സോണാണ്, സേഫായിട്ടുള്ള സിറ്റുവേഷനാണ്. നിങ്ങളെ ഏഞ്ചൽസ് നോക്കുന്നുണ്ട്, നിങ്ങളെ ഏഞ്ചൽ ഗാർഡിയൻസ് നോക്കുന്നുണ്ട്.
യു ആർ നോട്ട് എലോൺ. നിങ്ങൾ ഒരിക്കലും ഒരു എലോണിലായിട്ടുള്ള സിറ്റുവേഷൻ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കംഫർട്ടായിട്ടുള്ളൊരു പോയിന്റിലാണ് അവർ പിടിച്ചിട്ടേക്കുന്നത്. റിലേഷൻഷിപ്പാണ്, കരിയർ, എന്തായാലും അവസാന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കർമ്മയൊന്നും എല്ലാത്തിനും നിങ്ങൾ ഇറങ്ങിപ്പോവും. നിങ്ങൾ അതിൽ നിന്നൊക്കെ ഇറക്കി വിടും അവർ. കാരണം റീഡേഴ്സ് വന്നിട്ടായിരിക്കാം, പല പല ഹീലേഴ്സ് വന്നിട്ടായിരിക്കാം. അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കർമ്മകളും കാര്യങ്ങളെല്ലാം ഹീലിംഗ് ചെയ്ത് കളയും. സിറ്റുവേഷൻസും എല്ലാം എടുത്തുകൊണ്ട് പോകും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഡിവൈൻ, നിങ്ങൾ അല്ലെങ്കിൽ എന്താ, നിങ്ങളെ പിതൃക്കൾ, നിങ്ങളുടെ ദൈവങ്ങൾ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ, നിങ്ങൾ ആരാധിക്കുന്ന അമ്മയുടെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം, പല എന്താ പറയുക, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളായിരിക്കാം, നിങ്ങൾക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ബ്ലെസ്സിങ്സ് ആയിരിക്കാം, പണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ചെയ്ത ചില നന്മകളായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോരോ ബ്ലെസ്സിങ്സ്. അപ്പം നിങ്ങൾ എലോൺ അല്ല. നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട്. സൺ എനർജിയാണ് ഇവിടെ. എൻജോയ് യുവർ സക്സസ്, എൻജോയ് യുവർ ഹാപ്പിനെസ്. ചെറിയ കണ്ണുകൊണ്ട് നോക്കാൻ നിൽക്കരുത്. ചെറിയ ദൂരത്തോ അല്ലെങ്കിൽ ചെറുതായിട്ട് മാത്രം നിങ്ങൾ കാണാൻ നിൽക്കരുത്. ഒന്നിനെയും നിങ്ങൾ മനസ്സിലൊന്നു വെച്ച് കാണാൻ നിൽക്കരുത്. മനസ്സിലൊന്നുമില്ലാണ്ട് നേരെ പോയി കാര്യങ്ങൾ ചെയ്യുക. എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു അച്ചടക്കം കാര്യങ്ങളും എല്ലാം വേണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് മറ്റുള്ള ഒരാളെ ഉപദ്രവിക്കാണ്ട് നിങ്ങളത് ചെയ്യാൻ നോക്കുക. എന്ത് സിറ്റുവേഷനിലായി കഴിഞ്ഞാലും ചില അൺലോഡ്, അതായത് എന്താ പറയുക, ചില നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന സിറ്റുവേഷനിൽ മാറ്റാൻ പറ്റില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫിയർ, നിങ്ങളുടെ പേടി, നിങ്ങളുടെ ഡിപ്രഷൻ, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള എനർജി. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാണ്? ഇപ്പോൾ ചെയ്യണം. നിങ്ങളെ സംബന്ധിച്ച് എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് ചെയ്യണം. ഫിയർലെസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഫിയർലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനർജി അപ്ഗ്രേഡ് ചെയ്യുക. ഹാപ്പിനെസ്സിലോട്ട് പോവുക മാക്സിമം. ഹാപ്പിനെസ്സിൻ്റെ കീ ആണ് സക്സസ്. ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് കൂടെ പോരും. ഹാപ്പിനെസ് വേണം. ട്രസ്റ്റ് വേണം നിങ്ങളുടെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല, ട്രസ്റ്റ് ഇല്ലാണ്ട് ഒന്നും നടക്കത്തില്ല. ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കത്തില്ല. എന്തിനും ട്രസ്റ്റ് വേണം. എല്ലാ കാര്യത്തിനും വിശ്വാസം വേണം. ഓക്കെ, ട്രസ്റ്റ് നമുക്ക് വരും. എക്സ്പീരിയൻസ് ബ്രീഫ് കണ്ടംപ്റ്റ്. എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ട്രസ്റ്റ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യത്തിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ബിൽഡ് ചെയ്തെടുക്കണം. ട്രസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ദിവസം കൊണ്ടൊക്കെ ട്രസ്റ്റ് വരും. ബട്ട് അത് നിലനിർത്തണം. ആ ട്രസ്റ്റ് നിലനിർത്തി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, ടേക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെന്താണ്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് മെസ്സേജ് വരുന്ന ചില സമയങ്ങളുണ്ട്. ഈ ആസ്ട്രോളജി പ്രകാരം, ഈ യൂണിവേഴ്സലിൻ്റെ എന്താ പറയുക, ഈ യൂണിവേഴ്സലിൻ്റെ ലോ പ്രകാരം മാനിഫെസ്റ്റേഷൻ, ഫുൾ മൂൺ ഡേ, എനർജി ഡേ, ഇതിനനുസരിച്ച് നമുക്ക് നമ്മളെ കണ്ടെത്താനും നമുക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഗ്രഹത്തിന് അങ്ങനത്തുള്ളൊരു പവറുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നേടാനുള്ള കാര്യങ്ങളും ഒരുപാടുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യൂ, ആഗ്രഹങ്ങൾ നേടൂ. പരസ്യമല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞതാണ്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കൂ. നല്ല ആഗ്രഹങ്ങൾ അൺലോക്ക് ചെയ്യൂ. വിഷമിക്കാണ്ട് പേടിക്കാണ്ട് ചെയ്യൂ. പോസിറ്റീവായിട്ടുള്ള എനർജിയിലോട്ട് കയറും. നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് കളഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോട്ട് കയറാൻ പറ്റും. ആദ്യം നിങ്ങൾക്കൊന്നും ഉണ്ടാകത്തില്ല, പിന്നെ ചെറുതായിട്ട് അത് വരും, പിന്നെ കുറച്ചും കൂടെ ഫില്ലാവും, പിന്നെ ഫുൾ ഫില്ലാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് വെട്ടം. എന്താണ് ഈ ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഫുൾ മൂൺ ഡേയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. 7 ദിവസം കൊണ്ടോ 12 ദിവസം കൊണ്ടാണ് ഫുൾ മൂൺ ഡേ ആവുന്നത്. ഒരു ദിവസം ചന്ദ്രൻ പകുതി വരും, അന്ന് തൊട്ട് ആഗ്രഹിക്കുക. ഫുൾ മൂൺ ഡേ ആകുമ്പോഴത്തേക്കും ഫുൾ ഫില്ലാക്കുക ആഗ്രഹം. അത് നിങ്ങളുടെ ലൈഫിൽ സാധിക്കും. ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്ന സാധനങ്ങളാണ്. ഇതൊന്നും ഞാൻ എവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളല്ല. ഇതൊക്കെ എനിക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഡിവൈനായിട്ട് തരുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പം ഇതൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ കഴിവല്ല, ഞാൻ സീരിയസ്ലി പറയണം. ആ ഡിവൈനായിട്ട് എനിക്ക് തരുന്ന ഒരു ഇൻറ്റ്യൂട്ടീവിലാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിൽക്കുന്ന സാധനമാണ്. അതായത് ഫസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഫസ്റ്റ് കാലാണ്.
ആ ദിവസം തൊട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത് ഫുൾഫിൽ മാനിഫെസ്റ്റേഷൻ ഡേ ആണ്. നിങ്ങൾക്കത് ആഗ്രഹിച്ച് നേടിയെടുക്കാം. അല്ലാണ്ട് ഫുൾ മൂൺ ഡേ അന്ന് പോയിട്ട് ദൈവമേ എനിക്കത് മാത്രം തരണേന്നല്ല. നിങ്ങൾക്ക് ആ ഒരു പാഷൻ മനസ്സിലാവണം. ഡിവൈൻ, ഈ യൂണിവേഴ്സിന്, ഈ ഭൂമിക്ക്, ഈ യൂണിവേഴ്സിന്, ഈ ഓരോ ഇലകൾക്ക് വരെ അത് മനസ്സിലാവണം. നിങ്ങളുടെ പാഷൻ നിങ്ങൾക്കത് മനസ്സിലാവണം. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവിൽ അത് കണക്റ്റഡ് ആവണം. അത് യൂണിവേഴ്സിൽ കണക്റ്റഡായി നിങ്ങളത് യൂണിവേഴ്സിലോട്ട് പാസ് ചെയ്താലേ നിങ്ങൾക്ക് ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ സാധിക്കത്തുള്ളൂ. പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എനർജി. ഇത് ഇവിടെ കാണിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് ഒരു റെസൊല്യൂഷൻ, പുതിയൊരു റെസൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ വരണം. പുതിയൊരു പാത്ത് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആവണം. പോസിബിളാണ്. നിങ്ങളുടെ ലൈഫിൽ ചില പോസിബിൾ അല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോസിബിൾ ആവും. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ചില നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കി നിൽക്കുന്ന എന്തിനാ? ഇറങ്ങും അതിലോട്ട്. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പം ഫിലിം ഫീൽഡിലായാലും അങ്ങനെ കുറേ അധികം ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യും. എനിക്ക് ഫിലിം അങ്ങനെ, പിന്നെ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കണം? അങ്ങോട്ട് ഇറങ്ങിക്കൂടെ? ഫിലിം ഫീൽഡിലൊക്കെ ഇറങ്ങണം. റിലേഷൻഷിപ്പ് എനിക്ക് പറയാൻ വേണ്ടിയാണ്. ചെന്ന് പറയണം. കൂടിപ്പോയാൽ അടി കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ സെറ്റാവും. അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേ അത് തന്നെ വന്നോളും. ആ അടിച്ചതിൻ്റെ വിഷമത്തിലേക്ക് വന്നോളും. ഓക്കെ. അല്ലാതെ ഇതിപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇത് മാത്രമല്ല, ജോലി നിങ്ങൾ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ജോലിക്ക് അപ്ലൈ ചെയ്യും. ഒരു ജോലി പോയി അടുത്ത ജോലി മറ്റേ ജോലി. ചുമ്മാ പാനിക്കായിട്ട് നിൽക്കുകയൊന്നും ചെയ്യരുത്. ടൈം ആകുമ്പോൾ കറക്റ്റ് എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവും. ഓക്കെ. അപ്പം പോസിബിൾ അല്ല എന്നുള്ള ചിന്തകൾ വരാൻ പാടില്ല. പോസിബിളാണ്, എല്ലാം പോസിബിളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, നിങ്ങൾ ജെന്യൂൻ ആയിരിക്കണം. എപ്പോഴും ജെന്യൂൻ ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. ഒരുപാട് ഗൈഡൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ കിട്ടും. എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, മറ്റ് ജീവജാലങ്ങളെയും എല്ലാവരെയും. അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ലേൺ ചെയ്യുക. ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ലേൺ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ലേൺ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ മിസ്സിങ് ആയി പോകും. സീരിയസ്ലി ഞാൻ ഈ റീഡിങ് കാണുന്ന ആൾക്കാരടുത്തും സ്പിരിച്വൽ ജേണിയിലോട്ട് കടക്കുന്ന ആൾക്കാർ, എല്ലാവരും സ്പിരിച്വൽ ജേണി ഉണ്ട് കേട്ടോ. എല്ലാവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനും, ഇപ്പോൾ ആരില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്പിരിച്വൽ ജേണി ഉണ്ട്. ഇപ്പം ദൈവത്തിന് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും ഒരു ട്രസ്റ്റ് ഉണ്ട്. എല്ലാവരും പറയും ദൈവത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാൾ വരെ പറയും എനിക്ക് യൂണിവേഴ്സലിന് വിശ്വാസമുണ്ട്, എനിക്ക് ഒരു ശക്തിയുണ്ട്, അതിന് വിശ്വാസമാണ്. അത് തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പം ദൈവവിശ്വാസം എല്ലാവരും ഉള്ളിലുണ്ട്. അതില്ലാണ്ടെന്ന് ലോകത്താർക്കും ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ആ ഒരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ തന്നില്ലെങ്കിലും ഒരു ട്രസ്റ്റ് ഉണ്ട്. ഉള്ളിലെങ്കിലും ദൈവം ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ പറയും ഉണ്ട്. ഓക്കെ. അപ്പം ഉണ്ട്. ഡിവൈൻ ഹാസ് എ പ്ലാൻ. അവരുണ്ട്. അദൃശ്യ ശക്തികളുണ്ട്. എല്ലാവരും ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ കാണാൻ അറിയത്തിരുന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാരും നമ്മളടുത്തുണ്ട്. അവർ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും സിറ്റുവേഷൻസിനും വേണ്ടിയിട്ട് അവർ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ചെയ്തു തരും. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം, പവർഫുൾ ആവുക. മാനിഫെസ്റ്റേഷൻ സ്കില്ല്, സൂപ്പർ പവർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞ് ഏഞ്ചൽ പവർ ആവാൻ വേണ്ടി നോക്കുക. അതിനുശേഷം ആൾക്കാർ എന്താ പറയുക, റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ഹ്യൂമൻ ബീങ് ആവാൻ വേണ്ടി നോക്കുക. ഒന്നുമില്ലെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആവാൻ വേണ്ടി മാക്സിമം നോക്കിയാൽ മതി. സമ്പാദിച്ചിട്ടില്ലെങ്കിലോ ഒന്നുമില്ലെന്നുണ്ടെങ്കിലും അത് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ. ആ ഒരു എനർജി, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി, അത് നിങ്ങളുടെ അടുത്ത് ഒരു ഓറ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് ഡൗൺ ആയിട്ട് ആൾക്കാരുടെ മാനിപ്പുലേഷനിൽ ചെന്ന് വീണൊന്നും കൊടുക്കരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാക്സിമം ട്രസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുക. റൂഡ് ആവേണ്ട സ്ഥലത്ത് റൂഡാവുക. കാര്യം പറയേണ്ട സ്ഥലത്ത് കാര്യം പറയുക. ഡിപ്പെൻഡഡ് ആവേണ്ട സ്ഥലത്ത് ഡിപ്പെൻഡഡ് ആവുക. ഡിപ്പെൻഡഡ് ആവാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുക. കൂടുതൽ ഫോക്കസ് ആവുക. കരിയറിൽ ഫോക്കസ് ആവുക. മറ്റ് കാര്യങ്ങൾ നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ആവുക. നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങളുടെ ശരീരം, അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക സമയം. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, അതൊക്കെ അങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ബോഡി, ബ്രെയിന്, മനസ്സ്, ആ ഒരു എനർജി, സ്പിരിറ്റ്, സോള്, ആ ഒരു വ്യൂ, അതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് അതിനു വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക.
അപ്പം നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിന് പുറമെ ഇറങ്ങി പേഴ്സണൽ വേണമെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ആരും വിളിക്കരുത്. വാട്സപ്പില്ലാത്ത ആൾക്കാർ മാത്രം വിളിച്ചു, അല്ലാത്ത പക്ഷം വിളിച്ചാൽ എടുക്കാൻ പാടായിരിക്കും. ഓക്കെ, അപ്പം ഓക്കെ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ല സക്സസ് വരട്ടെ. ഓക്കെ ബൈ, ടാറ്റ, സീ യു.